സോ ഒരു പെട്ടെന്നൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിനെ കൂടി വളരെ കാര്യമായിട്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ നമ്മളിവിടെ ഓർക്കുകയാണ്. അപ്പൊ അദ്ദേഹം നമ്മളുടെ എല്ലാവരും കൂടെ എത്തിച്ചേരാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അസുഖം വളരെ സീരിയസ് ആയതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ തിരിയിട്ടിരിക്കുന്ന 9 എണ്ണമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഈ സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കേരള പ്രഭ അവാർഡ് കൈവരിച്ചിട്ടുള്ള ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ട്. ഭുവനേശ്വരി മാമിനെ നമ്മൾക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഭുവനേശ്വരി മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായി. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു റീസെന്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫുഡ്. അതും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്. ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന പല ഇഷ്യൂസിനും പകുതിയും കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് അവാർഡ്സ് മേടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഭുവനേശ്വരി മാം. നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കാൻ മാഡത്തിന്. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് അവാർഡുകൾ നേടാനായിട്ട് സാധിക്കട്ടെ. എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതിൽ നമ്മൾക്ക് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മൾ ഒരുപാട് സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അംബിക മാം, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. അതുപോലെ തന്നെ തസ്നി ഖാൻ, പ്ലീസ്. അപ്പോൾ പറഞ്ഞ ഒരു ലിമിറ്റേഷൻ അറിയിക്കുകയാണ് നമ്മൾ 9 ഇട്ടിട്ടുള്ളത്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ നമുക്ക് ഭദ്രദീപത്തിന് തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ ഒരു ലോഞ്ച് ഇവന്റ് നമ്മൾക്ക് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യാം. സർ, ആദ്യം തന്നെ സാറ് തിരി തെളിയിച്ചുകൊണ്ട് 15 വർഷത്തിന് ശേഷമുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയൻസിന്റെ ഒരു തിരിച്ചുവരവാണ്. അപ്പോൾ ആ ആൽബം കാണാനായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യാണ്. സോ ഇൻ ദ നെയിം ഓൾമൈറ്റി, ഈശ്വരന്റെ എല്ലാ കൃപയോടും കൂടി നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവിടെ ആരംഭിക്കാം.
ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് കടക്കാം. സോ ഐ റിക്വസ്റ്റ് എവറിബഡി പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സോ മച്ച്. ആൻഡ് വിജയൻ സാറും ദിലീപ് ഏട്ടനും മാത്രം സ്റ്റേജിൽ നിന്നിട്ട് ബാക്കി എല്ലാവർക്കും താഴേക്ക് പോവാം. സോ അപ്പോൾ നമ്മൾ ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് വീണ്ടും ആൽബത്തിന്റെ CD കൈമാറാനായിട്ട് പോവുകയാണ്. പക്ഷെ അതിന് മുൻപായിട്ട് വിജയൻ സാർ 2 വാക്ക് സംസാരിക്കണം. അപ്പോൾ എന്താണ് ഈ 15 വർഷത്തെ ഗ്യാപ്പ് എങ്ങനെയാണ്? ബഹുമാന്യരായ പ്രിയപ്പെട്ട അതിഥികളെ, ഇത്തരം പാട്ടുകൾ റിലീസ് ചെയ്യാൻ പറ്റിയ ഈ ദിവസത്തെ ഓർമ്മിപ്പിച്ച് ഇന്നിവിടെ മുഖ്യാതിഥിയായ ശ്രീ ദിലീപ്, മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹൃദയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ ഒരുപാട് വിലയേറിയ സമയം ചെലവാക്കി ഈ ചടങ്ങ് പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. ഈ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുതി അതിന് പ്രേരണയായവരോടും പ്രയോജനമായി മാറിയവരോടും പ്രോത്സാഹിപ്പിച്ചവരോടും ഒക്കെ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. മറ്റൊന്ന്, ഞാൻ എപ്പോഴോ ഒരു പാട്ടിൻ്റെ പല്ലവി എഴുതി രഞ്ജിൻ രാജിനെ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഏതാണ്ടൊരു മിനിറ്റുകൾക്കകം തന്നെ ഒരു മനോഹരമായ ട്യൂണിൽ തിരിച്ച് എനിക്ക് പാടി അയച്ചു തന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷേ ഇന്ന് രഞ്ജിൻ രാജ് ശാരീരികമായി വളരെ അസ്വസ്ഥനായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നു പറയുന്നത് ഞാൻ വളരെ ഖേദപൂർവ്വം ഓർമ്മിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ എന്തെങ്കിലും ഈ സമയത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും പറയാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. നമുക്കിനി CD ലോഞ്ച് ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കാം. അപ്പം ദിലീപ് ഏട്ടൻ ഇന്ന് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന് ആ ഒരു CD കൈമാറിക്കൊണ്ട് വീണ്ടും എന്ന ആൽബം നമ്മളുടെ മുൻപിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. അങ്ങനെ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ്, ആ ഒരു പ്രണയ ദിവസത്തിൽ തന്നെ ഈ ഒരു പ്രണയത്തിന്റെ തിരിച്ചുവരവ് നമ്മൾക്ക് ആഘോഷിക്കാനുള്ള ദിവസം കൂടിയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം പകർന്നുകൊണ്ട് തീർത്ത ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും പോവുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു പ്രണയത്തിന്റെ തിരിച്ചുവരവ് നമ്മൾക്ക് ആഘോഷിക്കാം. പക്ഷെ അതിനു മുൻപായിട്ട് ദിലീപേട്ടനാണ് ഇന്ന് ആദ്യത്തെ നമ്മളുടെ വീഡിയോ സോങ് ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ അതിനു മുൻപായിട്ട് 2 വാക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ഈ ഫംഗ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വിജയേട്ടനോടും ഈസ്റ്റ് കോസ്റ്റിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാടകരോടുമായി തന്നെ നന്ദി അറിയിക്കുകയാണ്. വിജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം മിമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കയെ വെച്ചിട്ടും ലാലേട്ടനൊക്കെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത്, ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും GCCയിൽ എല്ലായിടത്തും പല ആൾക്കാർ ഷോ ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാൾ എന്നുള്ള ആ പദവി വിജയേട്ടന് മാത്രമാണ്.
അന്ന് വിജയേട്ടന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായാണ് പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ വിജയേട്ടൻ്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ച ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ മൈ ബോസ്. ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹമൊക്കെയാണ് വിജയേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുമ്പോൾ, ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വാക്കുകൾ ഇത് വിജയേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ തോന്നുന്ന പോലെയാണ്. ഇപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്, നിനക്കായി, ആദ്യമായി, സ്വന്തം, ഇനി എന്തും, ഇങ്ങനെ ഓരോ വേർഡുകൾ. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിൻ്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പോൾ വിജയേട്ടനെ കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യരിൽ ഇത്രയധികം പ്രണയമുണ്ടു. കാരണം പലവിധ ചിന്തകൾ, അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി. അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. ഇന്ന് അത് വിജയേട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരിക്കാണ് തോന്നുന്നത്. കാരണം അതുമാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ പറയണ്ടായി അദ്ദേഹത്തിൻ്റെ വലിയ തിരിച്ചറിവൊന്നുമല്ല. അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിൻ്റെ ഏതൊക്കെ ഡൈവേർഷൻ, ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം, ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ, അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത്. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതിന് പ്രായമില്ല. അപ്പോൾ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ. പ്രണയം എന്ന് പറയുന്നത് എന്തിനോടും ആവാം. മനുഷ്യനോട് മാത്രമല്ല പ്രണയിക്കുക. അത് പലർക്കും പല രീതിയിലാണ്. അപ്പം എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിൻ്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം. കാരണം മൈ ബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫംഗ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയേട്ടൻ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജയേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം. വീണ്ടും വലിയ ചരിത്രമാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.